ഫോക്കസിലേക്ക് സ്വാഗതം. 2016 നവംബർ 8-ാം തീയതി അമേരിക്കയിൽ നടക്കുന്ന വളരെ വാശിയേറിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ രംഗം അമേരിക്കൻ മലയാളികളുടെ ഇടയിലും കടന്നു വന്നിരിക്കുകയാണ്. ഈ രംഗത്തിന് സാക്ഷിയാകുന്ന ഇതിന് മുമ്പ് ഒരിക്കലും കാണാത്ത വിധത്തിൽ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് രംഗം അമേരിക്കയിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ഡിബേറ്റുകൾ അമേരിക്കയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നു. ഈ ഡിബേറ്റിൽ ഹിലരി ക്ലിന്റൺ പക്ഷത്തുള്ള ഡെമോക്രാറ്റിക് കക്ഷിയും ട്രംപ് നേതൃത്വം കൊടുക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിലുള്ള കടുത്ത മത്സരങ്ങൾ ഡിബേറ്റിൽ പ്രകടമായി കണ്ടു. മുമ്പൊരിക്കലും കാണാത്ത വിധത്തിലുള്ള വാശിയേറിയ ഡിബേറ്റായിരുന്നു നടന്നത്. ആ ഡിബേറ്റിൽ അമേരിക്കയുടെ ഇലക്ഷന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വിധത്തിലുള്ള പരസ്പരമുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് ഡിബേറ്റുകൾ വളരെ സമ്പന്നമായിരുന്നു. എന്നാൽ 3 ഡിബേറ്റിലും അതിശയകരമായി ഹിലരി ക്ലിന്റന് നേരിയ മുൻതൂക്കം ലഭിച്ചു. ഈ മുൻതൂക്കം എന്നാൽ ഇലക്ഷനോട് അടുത്തപ്പോൾ അവർക്ക് നിലനിർത്താൻ പറ്റാത്തൊരു സാഹചര്യം അമേരിക്കൻ മീഡിയ രംഗം കണ്ടിരിക്കുകയാണ്, പൊതുജന മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് ഇലക്ഷനോട് അടുക്കാറായപ്പോണ്ടായ ഇമെയിലിൻ്റെ കാര്യത്തിലുള്ള FBI-യുടെ പുതിയ നിലപാടുകൾ ഇലക്ഷനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ഒരുപക്ഷെ ഇപ്പോൾ അമേരിക്കയിലെ ഉടനീളമുള്ള ചർച്ചയിൽ ഒന്ന്. ഏതായാലും നമ്മൾക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഡെമോക്രാറ്റിക് കക്ഷിയുടെ നേതാക്കളും റിപ്പബ്ലിക്കൻ കക്ഷിയുടെ നേതാക്കളുമുണ്ട്. ഇവരെ നമ്മൾക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി ഇതിൻ്റെ ഈ ഡിബേറ്റിൻ്റെ 1-ാം ഭാഗത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി തോമസ് കോശി, അദ്ദേഹം ഒരു ഇന്ത്യൻ അമേരിക്കൻ റിപ്പബ്ലിക് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അതുമാത്രമല്ല അദ്ദേഹം ഹിലരി ക്ലിന്റൺ താമസിക്കുന്ന വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടിയിലെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണറാണ്. രണ്ടാമതായി നമ്മളോട് സംസാരിക്കുന്നത് വടക്കേ അമേരിക്കയിലെ മലയാളികൾക്ക്, പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന റോക്ക്ലാൻഡ് കൗണ്ടിയിലെ ഡെമോക്രാറ്റിക് കക്ഷിയുടെ പ്രതിനിധിയായി ലെജിസ്ലേച്ചറായ 2-ാം തവണയും ലെജിസ്ലേച്ചറായ ആനി പോളാണ്. അദ്ദേഹം ഇവിടുത്തെ ആദ്യകാല ഒരു നേഴ്സാണ്. അതുമാത്രമല്ല ഈ അമേരിക്കയിലെ നേഴ്സസ് അസോസിയേഷൻ്റെ സ്ഥാപക പ്രസിഡന്റുമാരിൽ ഒരാളാണ്. ആനി പോളിനെ ഡെമോക്രാറ്റിക് കക്ഷിക്ക് വേണ്ടി നമുക്ക് ഈ ഡിബേറ്റിലേക്ക് ക്ഷണിക്കാം. ആദ്യം നമ്മൾ റിപ്പബ്ലിക്കൻ പാർട്ടിയോടാണ് ആദ്യത്തെ ചോദ്യം. തോമസ് കോശി ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധിയായി എത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ട്രംപ് ജയിക്കുമോ? എന്തിന് ജയിക്കണം? ഇവിടെ ഇതിനു മുമ്പായിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഈ ഇലക്ഷൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നിന്നും വ്യത്യസ്തം? അതിന് എന്താണ് കാരണം? അമേരിക്ക ഇന്ന് 2ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടാതെ എങ്ങനെയുള്ള ഒരു അമേരിക്കയായിരിക്കണം മുൻപോട്ട് പോകുമ്പോൾ കഴിഞ്ഞ 10 വർഷം ഒബാമയുടെ ഭരണകൂടം ഇവിടെ നടത്തിയ ഭരണങ്ങൾ, അതിൽ അതൃപ്തരായ ഒരു ജനത, ഒരു തരംഗമാണ് ഇന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നുവരെ ഉണ്ടാകാത്ത രീതിയിൽ ട്രംപ് ചരിത്രത്തിൽ, അമേരിക്കയുടെ ചരിത്രത്തിൽ, റിപ്പബ്ലിക്കൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും കൂടുതൽ പ്രൈമറി വോട്ട് നേടി 17 എതിരാളികളെ, രാഷ്ട്രീയ നേതാക്കന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നത് ഒരു മാസ് മൂവ്മെന്റ് മെസ്സേജുമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ വ്യത്യസ്തം ആണെന്ന് ഞാൻ പറയുന്നത്. കൂടാതെ ഇത് 2 പാർട്ടികൾ തമ്മിലുള്ള ഇലക്ഷൻ അല്ല, 2 വ്യക്തികൾ തമ്മിലുള്ള ഇലക്ഷനും അല്ല. മുമ്പേ പറഞ്ഞ പോലെ എങ്ങനെയുള്ള ഒരു അമേരിക്ക ആയിരിക്കണം നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അമേരിക്കയുടെ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഏതാണ്ട് 2 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒബാമയുടെ ഭരണം കൊണ്ടാണ്.
ഇല്ലീഗൽ ഇമിഗ്രൻസ് ഏതാണ്ട് ഇന്നലെ വരെ ഉണ്ടാകാത്ത, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഉണ്ടാകാതെ ഇരുന്ന ഒരു വലിയ ഒരു നമ്പേഴ്സ് ഇപ്പോൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ്. അവർക്ക് ഈ രാജ്യത്തിനുണ്ടാകുന്ന, ഇവിടെ ടാക്സ് പേയേഴ്സിനുണ്ടാകുന്ന ബാധ്യതകൾ എന്താണ് ഇവരിൽ നിന്നുള്ളതും വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് ട്രംപ് ആദ്യം പറഞ്ഞത് മെക്സിക്കോ ബോർഡറിൽ ഒരു വോള് ആവശ്യമാണ്. 1988 എന്ന് തോന്നുന്നു റീഗൻ അന്ന് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അന്ന് 2.2 മില്യൺ ഇല്ലീഗൽ ഇമിഗ്രൻസിന് അന്നത്തെ കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തതനുസരിച്ച് ചില കണ്ടീഷൻസ് വെച്ചിരുന്നു. അന്ന് റീഗാൻ ഈ 2.2 മില്യൺ ആൾക്കാർക്ക് അമിനിസ്റ്റി പ്രഖ്യാപിച്ചു. അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞത് സൗത്ത് അമേരിക്കൻ ബോർഡറിൽ, മെക്സിക്കോയുമായിട്ടുള്ള ബോർഡറിൽ ഒരു വാൾ ഉണ്ടാകണം. അന്ന് വരെ അവിടെ വാൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാണുന്ന വാള് അതിൽ കഴിഞ്ഞും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ആ വാൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ എൻഫോഴ്സ്മെന്റ് എന്നവർ പറഞ്ഞത് അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പേരിന് വേണ്ടി മാത്രം, ആർക്കാർക്കും വേണ്ടി മാത്രം ഇത് ഇങ്ങനെ ഒരു വോള് അവിടെ അക്കാലം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ വോള് കൊണ്ട് എൻഫോഴ്സ്മെന്റ് നടന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കയുടെ 300 മില്യൺ പ്ലസ് ജനതയിൽ ഇന്ന് 17% മെക്സിക്കൻസ് മാത്രമാണ്. ഇന്നത്തെ ഈ നില തുടർന്നു പോയി കഴിഞ്ഞാൽ അടുത്ത 20 വർഷത്തിനുള്ളിൽ മെക്സിക്കൻസ് അമേരിക്കയുടെ പകുതി പോപ്പുലേഷൻ ആകും. അമേരിക്കയ്ക്ക് അങ്ങനെയല്ല. അമേരിക്ക ഓപ്പൺ ബോർഡറാണ്, ഗ്ലോബൽ വില്ലേജ് ആണ് അമേരിക്ക. സോ ഇറ്റ് ഈസ് ഓപ്പൺ ടു എനിബഡി, ദേ ക്യാൻ കം ഹിയർ. പക്ഷേ സച്ച് എ ലാർജ് ഡെഫിസിറ്റ്, ഇതൊക്കെ ഒരിക്കലും തുടർന്നുകൊണ്ട് പോകുവാൻ ഈ രാജ്യത്തിന് സാധിക്കില്ല. അതുകൊണ്ടാണ് ട്രംപ് ജയിക്കേണ്ടത്. ഈ 8-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ ട്രംപ് ജയിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ത്യൻ ജനതയുടെ ആവശ്യമാണ്, അമേരിക്കൻ ജനതയുടെ ആവശ്യമാണ്. ട്രംപ് ജയിച്ചിരിക്കും. ലോകമെമ്പാടും വാശിയോടെ മുഴങ്ങി കേൾക്കുന്ന ഒന്നാണ് 2016 ഇലക്ഷൻ. നമുക്ക് എവിടെ നോക്കിയാലും കൊച്ചു കുട്ടികൾക്ക് വരെ ഇലക്ഷൻ്റെ ആ സ്പിരിറ്റ് അവരിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഡിബേറ്റ് 3 ഡിബേറ്റ് നടന്നു. അതിൽ 3-ലും ഹില്ലറിയാണ് ജയിച്ചത്. പക്ഷേ ആ ഡിബേറ്റ് കുഞ്ഞു കുട്ടികളെ വാച്ച് ചെയ്യാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. അവരോട് പറയുന്ന ചില വാക്കുകൾ ഓപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് പറയുന്ന സെൻറ്റൻസുകളോ വാക്കുകളോ ചിലത് നമുക്ക് കുട്ടികളോട് കേൾക്കാൻ നമുക്ക് അനുവദിക്കാൻ പോലും പറ്റില്ലാത്തൊരു കണ്ടീഷനാണ്. എനിവേ നമുക്കൊരു നല്ല കാൻഡിഡേറ്റിനെ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അവർക്കിടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഹില്ലറി ക്ലിൻ്റൺ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഫോർമർ സെക്രട്ടറിയായും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിലും US സെനറ്റർ എന്ന നിലയിലും ഫസ്റ്റ് ലേഡി എന്ന നിലയിലും നല്ല രാഷ്ട്രീയ ജ്ഞാനവും ഭരണപാഠവുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഡെമോക്രാറ്റിക് കാൻഡിഡേറ്റ് ഹില്ലറി ക്ലിൻ്റൺ. അതേസമയത്ത് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിന് എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത്? അദ്ദേഹത്തിൻ്റെ സംസാരവിശേഷം ഇപ്പോൾ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റുമോ? ഒരു പൊതുവായിട്ട് ഫാമിലിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഡിബേറ്റ് ആണോ? മറ്റുള്ളവരെ താത്തി കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ പേരുകൾ വിളിച്ച് അങ്ങനെയാണോ നമ്മൾ റിപ്പബ്ലിക്കിൽ ഇത് ചെയ്യുന്നത്? അങ്ങനെ ഒരു ഡീസൻസിയുള്ള അല്ലെങ്കിൽ സംസാരത്തിൽ ഒരു അല്പം മാന്യത കാണിക്കുന്ന ഒരാൾ വേണ്ടി നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ. പ്രസിഡന്റായാൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല ഗോൾസ് ആൻഡ് വിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങളാണ് മിഡിൽ ക്ലാസ്സിനും താണവർക്കും നികുതി ഇളവാക്കുക. അതേസമയത്ത് റിപ്പബ്ലിക്കൻസ് പറയുന്നത് അവർക്കല്ല, കൂടുതൽ ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ കോർപ്പറേറ്റ് ബിസിനസ്സുകാർക്കാണ് ഇളവ് കൊടുക്കേണ്ടത്. സാധാരണക്കാർക്കല്ലേ നമ്മൾ കൂടുതൽ ഇളവ് കൊടുക്കേണ്ടത്. മിനിമം വേജ് ഉയർത്തുക. ഹില്ലറി ക്ലിൻ്റൺ പറയുന്ന മിനിമം വേജ് ഉയർത്തേണ്ടത് പ്രത്യേകം അത്യാവശ്യമാണ്. നമ്മുടെ പാവങ്ങൾക്ക് $9 അല്ലെങ്കിൽ $8 കൊണ്ട് അവരെങ്ങനെ ജീവിക്കും?
ഒബാമ കെയർ കൊണ്ട് വളരെയധികം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് 23 തൊട്ട് 26 വരെയുള്ള കുട്ടികൾക്ക് അവരുടെ യാതൊരു ഇൻഷുറൻസും ഇല്ലായിരുന്നു. എത്രമാത്രം കുട്ടികൾ ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്തതുകൊണ്ട് എത്ര പിള്ളേരാണ് അവരുടെ ലൈഫിൽ ഒത്തിരി സീരിയസ് കണ്ടീഷനിലേക്ക് പോയത്. ഈ കണ്ടീഷൻ വന്നതോടുകൂടി, അതായത് മെഡിക്കൽ കവറേജ് പേരൻസിന്റെ കവറേജിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നറിഞ്ഞപ്പോൾ ഒത്തിരി കുട്ടികളുടെ ലൈഫ് സേവിങ് സിറ്റുവേഷൻ പല പ്രാവശ്യം എനിക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ പീഡിയാട്രിക് പ്രാക്ടീഷണർ. ഐ ഹാവ് met many situations. President is the commander-in-chief, a role model for children and America's top ambassador to the world. അഭിപ്രായങ്ങൾ സമയമനുസരിച്ച് തരം പോലെ മാറ്റുകയും പല ബിസിനസ്സിലും നികുതി വെട്ടിക്കുകയും ബാങ്ക്രപ്സി ഡിക്ലെയർ ചെയ്തിട്ടുള്ള റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ജനങ്ങളോട്, രാഷ്ട്രങ്ങളോട് എന്ത് നീതിയാണ് പുലർത്തുന്നത്? അദ്ദേഹം ഒരു രാജ്യത്തിന്, ലോകത്തിന് മാതൃകയായിരിക്കുന്നത് എങ്ങനെയാണ്? സാധാരണക്കാർ ജനങ്ങളെ മനസ്സിലാക്കുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്ക് വേണ്ടത്. ആ നേതാവിനെ നമ്മുടെ ഹിലറി ക്ലിന്റണിൽ ഞാൻ കാണുന്നു. ഞാൻ പ്രത്യേകം ഹിലറി ക്ലിന്റൺ, US ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ ഹിലറി ക്ലിന്റൺ പ്രസിഡന്റായി ചരിത്രം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹിലരി ജയിച്ചാൽ ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്? ട്രംപ് ജയിച്ചാൽ ഇന്ത്യക്കാരുള്ള സമീപനത്തിൽ എന്ത് വ്യത്യസ്തമായ സമീപനമായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഹിലറി ക്ലിന്റൺ ഫസ്റ്റ് ലേഡി ആയിരുന്നപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഹിലറി ക്ലിന്റൻ്റെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞപ്പോൾ I think she's the most qualified candidate that ever stood for this presidency. അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇന്ത്യയുമായിട്ട് നല്ല അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ക്ലിന്റൻ്റെ സമയത്ത്. അപ്പോൾ അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഈ ട്രേഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഐ നോ ദാറ്റ് അത് വലിയൊരു ഇഷ്യൂ ആണ്. ഷീ സപ്പോർട്ടഡ് ഫോർ ഫ്രീ ട്രേഡ് ആൻഡ് ഐ തിങ്ക് ഫ്രീ ട്രേഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എവൻച്വലി അതിൻ്റെ അകത്ത് കുറേ ട്വീക്ക് ചെയ്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തും. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 2-3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ കൂടി വെക്കുന്നത്. എക്സ്പീരിയൻസ് ആൻഡ് ഹർ കോഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ ആൻഡ് ഷീ വിൽ മേക്ക് സം ചേഞ്ചസ് വിത്ത് ദ ട്രേഡ് പോളിസി. അതുകൊണ്ട് ഇന്ത്യക്ക് വളരെ പ്രയോജനം. 50 വർഷം മുമ്പ് PL480 എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഫുഡ് ഫോർ പീസ്. ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹായം കൊടുത്തുകൊണ്ടിരുന്നത് ഫുഡ് ഫോർ പീസ് എന്നുള്ള ആ പോളിസി അനുസരിച്ചാണ്. അത് ക്ലിന്റൺ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം നിർത്തലാക്കി. കാരണം പട്ടിണി രാജ്യങ്ങളെ ഇന്ത്യയും സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു. US എയ്ഡ് എന്ന് പറഞ്ഞ് ക്ലിന്റൺ അധികാരത്തിൽ വന്നതിന് ശേഷം ആരെങ്കിലും US എയ്ഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? US എയ്ഡ് കേട്ടിട്ടില്ല. അതായത് US എയ്ഡിന്റെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അത് ശോഷിച്ച് ക്ലിന്റൺ ഫൗണ്ടേഷനായി മാറി. അതായത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ക്ലിന്റൺ ഫൗണ്ടേഷനെ പറ്റി അമേരിക്കയിൽ, ലോകത്തിൽ ഹിലാരി ക്ലിന്റൺ ഇല്ലെങ്കിൽ അമേരിക്ക ഇല്ലെന്നുള്ള ഒരു സിസ്റ്റം വരുത്തി വെച്ചു. ഹിലാരി ക്ലിന്റനെ സ്വാധീനിച്ചാൽ ക്ലിന്റൺ ഫൗണ്ടേഷൻ ഏത് കാര്യവും സാധിക്കാമെന്നുള്ളൊരു അവസ്ഥ ശേഷം വന്നു. വാസ്തവത്തിൽ ഹിലാരി ക്ലിന്റൺ 35ഓളം വർഷം വൈറ്റ് ഹൗസിൽ ഉണ്ടായിട്ട് ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭയിൽ ലോക രാഷ്ട്രങ്ങളുടെ ഇതിൽ എന്താ സ്ഥാനം കിട്ടിയത്? ഇത്രയും വർഷം 35 വർഷം വൈറ്റ് ഹൗസിൽ ഇരുന്ന് കയറി പറ്റി വർക്ക് ചെയ്ത തീരവനിത വാസ്തവത്തിൽ നമ്മളുടെ പണം ലോകത്തിലുള്ള മുസ്ലിങ്ങളുടെ എല്ലാം സമ്പന്നന്മാരുടെ പണം പിടിച്ചെടുത്ത്, അതായത് സമ്പന്നരുടെ മൂടുപടം അടിഞ്ഞ ആധുനിക ക്ലിയോപാട്ര എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പം ആ ക്ലിയോപാട്രയുടെ മൂടുപടം ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുക. ഹിലരി ക്ലിന്റൺ വന്നു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ ഇന്ന് 42 മില്യൺ ആൾക്കാര് ഇല്ലീഗൽ അലയൻസ് അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. അവരാണ് ഈ രാജ്യത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇവരെ ഇല്ലീഗലായിട്ടാണ് താമസിക്കുന്നത്. എന്നാൽ ക്ലിന്റൺ വന്നു കഴിഞ്ഞാൽ ഷീസെ 3 വർഷം
മുതൽ 10 വർഷം ഇവിടെ താമസിച്ച ആളുകളെ അവരെ ഇമിഗ്രേഷൻ കൊടുത്ത് ഇവിടെ താമസിപ്പിക്കുക, ഫാമിലിയെ സെപ്പറേറ്റ് ചെയ്യരുത്. ദിസ് കൺട്രി ഈസ് ആൻ ഇമിഗ്രന്റ് കൺട്രി. അതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അവിടെ പണ്ട് വെച്ചേക്കുന്നത്. ഇറ്റ്സ് അക്സെപ്റ്റ് ഓൾ നേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി caste or creed. That is what the Clinton is going to do. She is a qualified person. She has the integrity. She has the credibility. She has the political experience. She is one of the top person she can do for this country, for India, and for all other third world country. She will never close the immigration process. ഭൂരിപക്ഷം അറിയാം 9/11 വിപത്ത് അമേരിക്ക കുവൈറ്റിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭവിഷ്യത്താണ് പിന്നീടുള്ള എല്ലാ പ്രത്യാഘാതങ്ങളും ഈ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം കാലത്തിലൊരു വേർഡ് പറഞ്ഞു, ഹിലരി ക്ലിൻ്റൺ അവർ വോട്ട് ചെയ്തിരിക്കുന്നത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള ഇല്ലീഗൽസിനെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് എമിഗ്രേഷൻ കൊടുത്തുകൊണ്ട് ഈ രാഷ്ട്രത്തെ ഉയർത്തുവാന്നാണ്. ഞാനൊരു കാര്യം ഞാൻ പറയുകയാണ്, ഞാൻ അമേരിക്കയിൽ വന്നത് നോൺ എമിഗ്രൻ്റായിട്ട് വന്നതാണ്. അതിനുശേഷം ലീഗലായിട്ട് എമിഗ്രൻ്റായി ഇപ്പം ഞാനിപ്പോൾ ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണ്. അതിലുപരി എനിക്കൊരു കാര്യം കൂടെ പറയുവാനുണ്ട്. നമ്മുടെ ജനറേഷൻ, വരുന്ന ജനറേഷൻ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് സേഫ്റ്റിയാണ്. സേഫ്റ്റി ഇല്ലെങ്കിൽ നമുക്കൊരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തോ കടക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഈ രാഷ്ട്രത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അദ്ദേഹം ആദ്യമേ പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് ആദ്യമേ പറഞ്ഞു, അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരു നല്ല നാളെ യാഥാർത്ഥ്യമാക്കുവാൻ, ഒരു നല്ല നാളെ കെട്ടിപ്പടുക്കുവാൻ, ഒരു നല്ല സമൂഹത്തെ സുരക്ഷിതമായ ഒരു അമേരിക്കയെ കെട്ടിപ്പടുക്കുവാൻ ട്രംപിനെ പോലെ ഒരു കാര്യത്തിൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു അതിനുവേണ്ടി നിലനിൽക്കുന്ന അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് നമ്മൾ വിജയിക്കേണ്ടത് ഇന്ത്യക്കാർക്കെന്നല്ല, അമേരിക്കയിലുള്ള മുഴുവൻ ജനതയ്ക്കും അത് അത്യന്താപേക്ഷിതമായി കാണിക്കും. അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഭവിഷ്യത്തുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ആദ്യമായി ഒരു വനിതാ അമേരിക്കൻ പ്രസിഡന്റായി കാണണമെന്നും ആഗ്രഹമുള്ളതുകൊണ്ടും അതിനുള്ള സമയമായി എന്നുള്ളതുകൊണ്ടും ഹിലറി ക്ലിൻ്റനെ ഞാൻ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഹിലറി ക്ലിൻ്റനെ എന്ന് പറയുവാണെങ്കിൽ മുൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, മുൻ സെനറ്റർ, പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ വൈഫ് എന്നുള്ള എല്ലാ എക്സ്പീരിയൻസും അതിനുള്ള പ്രവർത്തന പാഠവും കഴിവും ശക്തിയായ ഒരു വനിതയുമായതുകൊണ്ട് അടുത്ത ഒരു വനിതാ പ്രസിഡന്റ് എന്ന നിലയിൽ കാര്യങ്ങൾ നടത്തുവാനുള്ള അസാമാന്യ കഴിവ്, ഇതൊക്കെയാണ് എടുത്തു പറയാനുള്ള കാര്യം. ഹില്ലരി ക്ലിൻ്റൻ്റെ ഇമെയിൽ ഇൻവെസ്റ്റിഗേഷൻ റീഓപ്പൺ ചെയ്യുമെന്നുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചപ്പോൾ അതിനെ ഒരു FBI ബോംബ് ഷെൽ എന്നും ദ ബിഗസ്റ്റ് ഒക്ടോബർ സർപ്രൈസ് എന്നും മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ഏറ്റവും മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ശ്രീമാൻ ജെയിംസ് കോമി ജൂലൈ മാസത്തിൽ FBI ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കോൺഗ്രഷണൽ ഹിയറിംഗും കഴിഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതായിട്ട് പ്രഖ്യാപിച്ച ജെയിംസ് കോമി എന്തുകൊണ്ട് ഒരു റീഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഡെമോക്രാറ്റുകൾ ആവേശത്തോടെ അവർക്ക് എതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നു. 3 മാസം മുമ്പ് അദ്ദേഹം ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി വാനോളം പുകഴ്ത്തിയ ജെയിംസ് കോമിയെ എന്തുകൊണ്ടിന്ന് അദ്ദേഹത്തെ എതിരായിട്ട് ഡെമോക്രാറ്റിക് കക്ഷി മുമ്പിലേക്ക് വന്നിരിക്കുന്നു? ഒരുപക്ഷെ FBI ഡയറക്ടർക്കെതിരായിട്ട് ജസ്റ്റിസ് DOJ, അതായത് US അറ്റോർണി ജനറലും അദ്ദേഹത്തോടുള്ള വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ റീഓപ്പൺ ചെയ്യാൻ എന്തുകൊണ്ട് അദ്ദേഹം
നിർബന്ധിതനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഹില്ലരി ക്ലിന്റന്റെ ടോപ്പ് എയ്ഡായിരിക്കുന്ന ഹൂമ അബുദ്ദീന്റെ ഹസ്ബൻഡ് ആന്റണി വീനറിന്റെ കമ്പ്യൂട്ടറിൽ കണ്ടുപിടിച്ച ചില ഇമെയിലുകൾ ആന്റണി വീനറും അദ്ദേഹം ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി പോകുമ്പോൾ ആന്റണി വീനറും ക്ലിന്റന്റെ ടോപ്പ് എയ്ഡ് ഹൂമ അബുദ്ദീനും ഹില്ലരി ക്ലിന്റന്റെ ഇമെയിലും 3 ഇമെയിലുകൾ പിടഞ്ഞു കിടക്കുന്ന കാഴ്ച അദ്ദേഹത്തിന് സംശയം ഉളവാക്കിയത് കൊണ്ടാണ് ഇത് റീഓപ്പൺ ചെയ്യാൻ FBI ഡയറക്ടറും ജെയിംസ് കോമി നിർബന്ധിതനായത്. ഈ ഇലക്ഷനിൽ നമ്മളുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ പാർട്ടികളുടെ സമീപനം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കൊച്ചുമക്കളെയും ലോകം ഇതേപോലെ പോയാൽ വരും തലമുറകളെ എങ്ങനെ ഇത് ബാധിക്കും എന്ന് ചിന്തിച്ചു വേണം നമ്മുടെ സമ്മതിദായ അവകാശം നാം വിനിയോഗിക്കേണ്ടത്. അപ്പോൾ അതിനായി നാം ചെയ്യേണ്ടത് ഓരോ പാർട്ടിയുടെയും മാനിഫെസ്റ്റോ നാം നന്നായി പഠിച്ചിരിക്കണം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നയപരിപാടികളും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നയപരിപാടികളും നന്നായി പഠിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ ലേറ്റ് ടേം അബോർഷന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിക്കും അതിൻ്റെ കാൻഡിഡേറ്റിനും നമ്മൾക്ക് നല്ല ശുദ്ധ മനസാക്ഷിയുള്ള മാതാപിതാക്കൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ മലയാളികളായ നമുക്ക് കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ സ്വവർഗം കുടുംബ അല്ലെങ്കിൽ മാരേജിൽ വേണമെന്നുള്ളൊരു വ്യക്തി വന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ വീക്ഷിക്കും? നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നതെന്നുള്ള ഗൗരവത്തോടുകൂടെ വേണം നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കുകയും ചെയ്യേണ്ടത്. എനിക്ക് പറയുവാനുള്ളത് ഈ ഇലക്ഷന്റെ ഏറ്റവും വലിയ നിർണായകമായ കാര്യം സുപ്രീം കോടതി ജസ്റ്റിസസ് ആരായിരിക്കുമെന്നുള്ളതാണ്. ദാറ്റ് വിൽ ഡിറ്റർമിൻ ദിസ് നേഷൻസ് ഫ്യൂച്ചർ. ആയതിനാൽ നമ്മൾ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും വരും തലമുറയും സ്നേഹിക്കുന്നവരാകുകയാണ്. പ്രോ ചോയ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനെയും മലയാളികൾ സപ്പോർട്ട് ചെയ്യരുത്. പാർട്ടി ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ സെയിം സെക്സ് മാരേജിനെ എൻകറേജ് ചെയ്യുകയും അതിൽ നിന്നും മില്യൺസ് ഡോളേഴ്സ് പിരിച്ചെടുത്ത് പാർട്ടിയുടെ അങ്ങനെയുള്ള പാർട്ടികളുടെ പിന്തുണയോടുകൂടെ മത്സരിക്കുന്നവരെ മലയാളികൾ, മനസാക്ഷിയുള്ള മലയാളികൾ പിന്തുണയ്ക്കരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ കാര്യം വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അമേരിക്കയുടെ ഫോറിൻ പോളിസി നോക്കിയാൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഫോറിൻ പോളിസി നോക്കിയാൽ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ആൽ-ഖൈദയുടെ ഒരു ഓഫ് ഷൂട്ടായിട്ടുള്ള ആൽ-നുസ്രയെ സിറിയൻ ഫ്രീ ആർമിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സിറിയ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. 2 മില്യൺ ക്രിസ്ത്യൻസ് അവിടെ താമസിക്കുന്നുണ്ട്. ആലവൈറ്റ്സ് ഉണ്ട്, മറ്റ് മൈനോറിറ്റീസ് ഉണ്ട്. ശരിയാണ്, അവർ അതോറിറ്റേറിയൻ റഷ്യമാണ്, ഒരു ഡെമോക്രാറ്റിക് അല്ല. അവരെ എന്തിന് ടോപ്പിൾ ചെയ്തിട്ട് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം മോസുലിൽ കൂടെ ഇറാഖി ആർമി പോയപ്പോൾ കണ്ടതെല്ലാം 2000 വർഷം പഴക്കമുള്ള ആ പള്ളികളൊക്കെ നശിപ്പിച്ചിരിക്കുന്നതാണ്. ആർട്ടിഫാക്ട്സ്, ഹിസ്റ്ററി മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നതാണ്. ഇതാരാണ് ഡിസൈഡ് ചെയ്യുന്നത്? അമേരിക്ക, വാഷിങ്ടണിലെ ആ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അവരെന്താണ് ചിന്തിക്കുന്നത്? അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്? മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മില്യൺസ് ഓഫ് റെഫ്യൂജീസിനെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യൂറോപ്പ് ഡീസ്റ്റെബിലൈസ് ചെയ്ത്. സോ ദർ മസ്റ്റ് ബി സംതിങ് ഹാപ്പനിങ്. ദർ മസ്റ്റ് ബി സം അതർ ഡൈനാമിക്സ് ഇൻ പ്ലേ ഹിയർ. ഐ തിങ്ക് വി ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്.
അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം പോലും നമ്മൾ ചിന്തിക്കുന്നതായിട്ടുണ്ട്. എനിക്കൊരു ചോദ്യം ഈ പ്രസിഡന്റ് ഒബാമയോടുണ്ട്. അഥവാ ക്ലിന്റൺ ജയിച്ചു വന്നാൽ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി bestowed on you, will you refuse to hand over that presidency to an unqualified man, or you will say you will apologize and hand over that presidency to him? It is very unconvenient. ഒരു 40%-50% താഴെ മാത്രം ആളുകൾ വോട്ട് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നതിന് വളരെ മോശമായ ഒരു സംഗതി. ഇത്രയും വർഷമായിട്ട് 200 വർഷത്തെ ഡെമോക്രാറ്റിക് നിങ്ങളുടെ പരിചയം 40% ആളുകൾ മാത്രം വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ജനാധിപത്യമെന്ന് അമേരിക്ക ധരിച്ചെങ്കിൽ അമേരിക്കയിലെ ജനാധിപത്യത്തെ വളർത്തിയെടുത്ത ചുമടെടുത്ത പാർട്ടിക്കുണ്ട്. അതുപോലെ തന്നെ എല്ലാവരെയും ബഹുമാനിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ, ഒരു പാർട്ടിയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ ഇത്ര പരസ്യമായി അധിക്ഷേപിക്കുകയോ ഇതുപോലെ പരസ്യമായ പ്രചരണത്തിന് അധികാരത്തിലിരുന്നുകൊണ്ട് അധികാരം ഉപയോഗിച്ച് ഇറങ്ങുക ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം പ്രശ്നം തരും. ഹില്ലറി ക്ലിന്റനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡെമോക്രാറ്റ് പാർട്ടി സപ്പോർട്ടേഴ്സ് പറഞ്ഞു ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന്. ഐ അഗ്രി. ബട്ട് വാട്ട് ഹാസ് അച്ചീവ്ഡ് her experience. Look at Syria, look at Libya, look at Iraq, Yemen, China, Russia. What is happening all over the world? This is what Hillary Clinton's experience brought to the world. World is burning. Middle East is burning. This is what we want for next 4 to 8 years. This kind of experience, that is what we want. 500,000 people already killed in Syria. American establishment people, military people said, don't withdraw the American army from Iraq. Keep there 5-10 people, 10,000 armies there. Will Hillary Clinton, she was Secretary of State. She said no. Barack Obama said no. They withdrew. What happened? ISIS took over the country. This kind of experience we don't want the next 4 years. ഇമെയിൽ ഒരു ക്രൈമൽ എന്ന് പറയുന്ന എൻ്റെ ഡെമോക്രാറ്റിക് ഫ്രണ്ട്സിനോട് ഞാൻ പറയാനുള്ളത്, ഇതിൻ്റെ 1/10 ഓഫ് ദ മിസ്റ്റേക്സുകൾ ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ ചെയ്തിരുന്നുവെങ്കിൽ അവർ ജയിലിനകത്ത് കിടന്നേനെ. കാരണം അതിന് ഉദാഹരണമാണ് അമേരിക്കയുടെ ടോപ്പ് മിലിറ്ററി ബ്രാസായ മിസ്റ്റർ പെട്രാസ്. അദ്ദേഹത്തിൻ്റെ മിലിറ്ററി സീക്രട്ട് അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടിനോട് ഷെയർ ചെയ്തു എന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഡിമോട്ട് ചെയ്യുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഇതാണ് ഇമെയിൽ എന്ന് പറയുന്ന നിസ്സാരമായി ഇവിടെ തള്ളിക്കളയുന്ന ഇമെയിലിൻ്റെ കാര്യം. പിന്നെ സമാധാനം എന്ന് പറഞ്ഞു. അമേരിക്കയെ 8 വർഷം കൊണ്ട് ലോകമാകമാനം തിളക്കി മറിയുന്ന ഒരു അന്തരീക്ഷമാക്കി മാറ്റിയ ഒബാമയ്ക്ക് അഭിനന്ദനങ്ങൾ. ലിബിയയിൽ പ്രശ്നം, ബംഗാസിൽ പ്രശ്നം, സിറിയയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടെ ഈസി ആയിരുന്നു. പ്രശ്നങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങളും ഞാനും ചെയ്യുന്ന ഒരു നല്ലൊരു എൻ്റെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ പറയാമായിരുന്നു. ഈസി ആയിട്ട് ഒരു നോ ഫ്ലൈ സോൺ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ആൾക്കാരെ മുഴുവൻ അവിടെ തന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ കീഴിൽ അവിടെ തീർച്ചയായിട്ടും ഒരു നോ ഫ്ലൈ സോൺ കൊണ്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാമായിരുന്നു. അതിനു പകരം ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളെ മുഴുവൻ അടിച്ചു തകർത്ത് വിധിച്ച് എല്ലായിടത്തുമായിട്ട് ചിഹ്നിച്ചെറിക്കഴിഞ്ഞ ഒരു 8 വർഷം $250,000 വൈറ്റ് ഹൗസിൽ നിന്ന് പാക്ക് ചെയ്ത ബിൽ ക്ലിന്റനും ഹില്ലരിയും ഇന്ന് $1 ബില്യൺ ഉണ്ടാക്കി ബാങ്കിന്റെ ഫൗണ്ടേഷന്റെ പേരിൽ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ പ്രോ ലൈഫ് എന്ന് പറയുന്നു. യാതൊരു മാന്യതയും സംസ്കാരത്തിന് ചേരാത്ത നിങ്ങൾ ഞാനും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ ജീവിത രീതിക്കോ ഒരു രീതിയിലും ചേരാത്ത രീതിയിൽ അവർ പറയുന്നു അബോർഷൻ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യമല്ല, കൊല്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, കൊല്ലാൻ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം മാതാപിതാക്കൾക്ക് അവകാശമുണ്ട് തൻ്റെ കുട്ടികളെ ഏത് രീതിയിലും
ശിക്ഷിക്കുവാൻ, അവരെ കൊല്ലാനും അവകാശമുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. മേരി ക്രിസ്തുമസ് എന്ന് പറയുവാൻ ഈ അമേരിക്കയ്ക്ക് സാധിക്കണം, സ്വാതന്ത്ര്യം ഉണ്ടാകണം. അമേരിക്ക ക്രിസ്തീയ രാഷ്ട്രമാണ്, ഇവിടെ സ്വാതന്ത്ര്യം ആവശ്യമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ലെറ്റ് മീ ടെൽ യു, ആരെന്തൊക്കെ പറഞ്ഞാലും അമേരിക്കൻ ജനത, അതായത് റിപ്പബ്ലിക്കനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ ജനത ഡിപ്ലോറബിൾ അല്ല, അഡോറബിൾ ആണ്. ഇവർ പറഞ്ഞ ലോകരാഷ്ട്രങ്ങളിൽ ഇവരൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് ഇറാഖിനെ നശിപ്പിച്ച ഏക വ്യക്തി ബുഷാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ക്ലിന്റൺ ഒബാമ വന്നതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്, എക്കണോമി, അൺഎംപ്ലോയ്മെന്റ്, ഇന്ന് അമേരിക്കന്റെ ഹിസ്റ്ററിയിൽ 4.something ഉള്ള അൺഎംപ്ലോയ്മെന്റ് ഒബാമ ചെയ്ത വലിയ കാര്യങ്ങൾ കൊണ്ടാണ്. ഒബാമയ്ക്ക് ഫോറിൻ പോളിസിയിൽ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി കൺട്രോൾ ചെയ്യുന്ന സെനറ്റ് ഫ്ലോറും കോൺഗ്രസ് ഫ്ലോറും ആയതുകൊണ്ട് അത് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ വന്നു. എക്സിക്യൂട്ടീവ് ഓർഡർ ചെയ്ത് വേണം പലതും ചെയ്യാനായിട്ട്. ഇന്ന് ഇറാഖിനെ പറ്റി പറഞ്ഞു, സിറിയയെ പറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സിറിയയിൽ ഇന്ന് ബുഷായിരുന്ന സമയത്ത് എന്തുമാത്രം പട്ടാളക്കാരെ കൊന്നു. ഒബാമ ആയതുകൊണ്ട് ഇന്ന് അമേരിക്കൻ പട്ടാളക്കാർ മരിക്കുന്നില്ല. പക്ഷേ റഷ്യ, മറ്റു രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ്. ഒബാമ ഇരുന്ന സമയത്തല്ലേ ഏറ്റവും വലിയ ബില്ലാടനെ പിടിച്ചത്. എത്ര നാള് ബുഷും റിപ്പബ്ലിക്കൻ പാർട്ടിയും കാത്തിരിക്കും. പാകിസ്ഥാന് ഇഷ്ടം പോലെ പശുവിന്റെ പാല് കൊടുക്കുന്ന രീതിയിൽ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരാണ് ഒളിപ്പിച്ചു വെച്ചത്. റിപ്പബ്ലിക്കൻ പാർട്ടി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒബാമ is the only one able to find this culprit and kill it. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും തീരുമാനമായിട്ടില്ല. ഈ പിന്നെ റിപ്പബ്ലിക്കൻ ഹിന്ദു കൺവെൻഷനിൽ വെച്ച് ട്രംപിനെ കണ്ടിരുന്നു. ട്രംപിന്റെ പ്രസംഗം കേട്ടിരുന്നു. ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പറ്റി വളരെ വലിയ മതിപ്പാണ് തോന്നുന്നത്. എനിക്ക് ഒട്ടും മോശമായിട്ട് തോന്നിയില്ല, വളരെ കാര്യപ്പെട്ട ഒരാളായിട്ട് തോന്നി. പക്ഷേ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് എന്താണെന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് സന്ദേഹമിരിക്കുന്നത്. ഈ എക്സ്ട്രീം വലതുപക്ഷവും എക്സ്ട്രീം ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആദ്യമാരോ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക ഒരു രണ്ട് തട്ടിലായിട്ട് നിൽക്കുന്നു. പണ്ട് കാലത്തൊക്കെ പ്രസിഡന്റുമാര് ഒരു മോഡറേറ്റ് നിലപാടാണ് എന്നും സ്വീകരിച്ചിരുന്നത്. ഈവൻ ബുഷ് ഒരു എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് പിന്നീട് വന്നെങ്കിലും ഈ ഇലക്ഷന്റെ കാലത്ത് അദ്ദേഹമൊക്കെ സാധാരണ ഒരു കാൻഡിഡേറ്റ് ആണ്. സാധാരണ നിലപാടും സാധാരണ അഭിപ്രായങ്ങളും സാധാരണ മോറൽസും ഉള്ള ആളുകളാണ്. പക്ഷെ ഈ ഇലക്ഷനിൽ വന്നപ്പോഴത്തേക്ക് ഈ കാൻഡിഡേറ്റ്സിനെ പറ്റി നമുക്ക് അപവാദങ്ങളെ പറയാനുള്ളൂ. ഹിലരിയെ പറ്റി പറയുന്നത് അവർ അവിശ്വസ്തയാണ്, എന്താ പിന്നെ കാണിക്കുന്നതെല്ലാം പിന്നെ ഹോണസ്റ്റ് അല്ല എന്ന് പറയുന്നു. അതിപ്പോ ഹോണസ്റ്റ് അല്ല എന്ന് പറയാൻ നമ്മുടെ വീട്ടില് പിന്നെ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരാളെ പറ്റി പറയുന്ന പോലെയാണ് പറയുന്നത്. ഇത് പിന്നെ ഞാൻ ജ്യോതിബ്രാഹുമായിട്ട് ചിലപ്പോൾ സംസാരിക്കാറുള്ളവരാണ്. ഞാൻ പിന്നെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയില് പിന്നെ രാഹുൽ ഗാന്ധി പക്വതയില്ലാതെന്നാണെന്ന് പറഞ്ഞു. എന്താ പക്വതയില്ലാതാണ്, അതിനെന്താ അനുകരിക്കുന്നത്? അപ്പൊ ഇതിങ്ങനെ ആളുകൾ പറഞ്ഞു പരത്തുന്നതാണ്. ഒരു സത്യത്തിനോട് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിന് മാത്രമുള്ള ബന്ധങ്ങളൊന്നും നമുക്ക് ആർക്കുമില്ല. ഹിലരിയെ പറ്റിയോ ട്രംപിനെ പറ്റിയോ നമുക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു പൊതുവായ ഒരു ധാരണ പറഞ്ഞു വരുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ട്രംപ് പിന്നെ ഈ 59-ാമത്തെ വയസ്സിൽ വല്യപ്പനായി ആ സമയത്തും പറയുന്ന വർത്തമാനങ്ങളൊക്കെ പിന്നെ എവിടുന്നോ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് ടി വിയിലൂടെ കാണിക്കുമ്പോൾ അരോചകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഒരു സ്വഭാവ മേന്മ രണ്ടുപേരിലും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രാവശ്യത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുടക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ആ എക്സ്ട്രീം ഹിലരി ക്ലിന്റൺ വന്നു കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രീം ലിബറലിസം, ഇപ്പൊ ഒബാമ ലിബറലാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ ലിബറലിസം മുഴുവൻ നടപ്പാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രധാനമായിട്ടും പിന്നെ റിപ്പബ്ലിക്കൻസ് ഇടങ്കോരിടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ സ്റ്റുഡന്റ് ലോണിനെ പറ്റി പറഞ്ഞു. ഈ 8.5% സ്റ്റുഡന്റ് ലോണിന്റെ പലിശ. നമ്മുടെ വീടിന്റെ പലിശ 3.4% ഉള്ളൂ. അത് തമ്മിലുള്ള ഈ ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങള് പിന്നെ ഇല്ലാത്ത അളവെല്ലാം കൊടുക്കുന്നതിന്റെ 8.5% പലിശ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ രാജ്യം നടക്കുന്ന കാര്യമാണ്. ഇവിടെ വന്നവരെല്ലാം അമേരിക്കൻ പൊളിറ്റിക്സിൽ സജീവമായിട്ട് ചിന്തിക്കുകയും വായിക്കുകയും അതിലിടപെടുകയും ചെയ്യുന്നവരാണ്. കളത്തിൽ വറീസേട്ടനാകട്ടെ, തോമസ് കോശി ആകട്ടെ, ഇവിടെ വന്നവർ ഓരോരുത്തരും അതിനിപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇവിടെ അമേരിക്കയിലെത്തിയ മലയാളികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലെജിസ്ലേച്ചർ കൂടിയാണ്. ഇങ്ങനെ ഇവരെയൊക്കെ കിട്ടിയ ഈ സംവാദം കൈരളി TV ക്കും മലയാളി സിവിക് ഫോറത്തിനും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്.
എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് സംവാദത്തിൻ്റെ അവസാന ഘട്ടം നവംബർ 8 കൂടി അവസാനിക്കുകയാണ്. ആരായിരിക്കും അമേരിക്കയിലെ പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ വളരെ ഉറച്ച തീരുമാനം എടുക്കേണ്ട സമയമാണ്. പുതിയ തലമുറയെ അമേരിക്ക എങ്ങനെ കാണുന്നു എന്നുള്ളത് കൂടി ഞങ്ങൾ വിലയിരുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വാഗ്വാദത്തിൽ. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ബേണി സാൻഡേഴ്സ് കൊണ്ടുവന്ന ചില കാര്യങ്ങൾ മെഡിക്കൽ രംഗത്ത് മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്ന മരുന്നിൻ്റെ കാര്യത്തിലുള്ള വലിയ ചൂഷണം, അമിതമായ പണം മരുന്നിനൊക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പുനഃപരിശോധിക്കാനായിട്ട് വരുന്ന പ്രസിഡന്റ് തയ്യാറാകുമെങ്കിൽ അത് അമേരിക്കയിലെ ജനങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വളരെ ശ്രേഷ്ഠമായ ഈ ചർച്ചയിൽ എത്തിയിട്ടുള്ള എല്ലാ പ്രമുഖരായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളോടും ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ അമേരിക്കൻ 2016 ഇലക്ഷൻ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.